സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും 3 ജില്ലകൾക്ക് റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഇനിയും തുടരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കേരളത്തിൽ മഴ അതിശക്തമായി തന്നെ തുടരുന്നു. അതുമൂലമുള്ള പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നതാണ്. ഇനിയും ശക്തമായി മഴ തുടരുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൂടുതലായി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശാലിനി? അഞ്ജന, ശാന്തമായിട്ടില്ല സംസ്ഥാനത്ത് മഴ എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നത്. സംസ്ഥാനത്ത് 3 ജില്ലകൾക്ക് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഉള്ളത്. അതിതീവ്ര മഴ ഈ ജില്ലകളിൽ പെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയും അതിശക്തമായ മഴയ്ക്കുമുള്ള മുന്നറിയിപ്പ് തുടരുകയാണ്. സമാനമായി തന്നെയാണ് ഇന്നും അത്തരത്തിലൊരു മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുള്ളത്. 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരുന്ന കൊല്ലം ജില്ലയിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പല ജില്ലകളിലും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യം, അതിശക്തമായ കാറ്റിനും മണ്ണിടിച്ചിലിനും മലയിടിച്ചിലിനും സാധ്യതയുള്ള സാഹചര്യമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാ ജില്ലാ കളക്ടർമാരോടും ജില്ലാ ഭരണകൂടങ്ങളോടും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ സംസ്ഥാനത്ത് നിന്ന് മാറിയിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ജാഗ്രത തുടരണം. ഒപ്പം തന്നെ അപകട മേഖലകളിലേക്കോ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഈ മരം കടപുഴകി വീണും ഒക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടത്തേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ഒക്കെ മാറണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. എന്തായാലും ഇനി വൈകിട്ടോട് കൂടി വരുന്ന ഈ കാലാവസ്ഥാ അലേർട്ടുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാഹചര്യം എന്തായാലും സംസ്ഥാനത്ത് 3 ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അഞ്ജന.